രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതിയിൽ. രാഹുലിന്റെ ജാമ്യം നിയമവിരുദ്ധമെന്ന ഹർജിയിൽ അതിജീവിത. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയത് നിയമവിരുദ്ധമാണ്. രാഹുൽ സൈക്കോപാത്താണെന്നും സാമൂഹിക വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണെന്നും ഹർജിയിൽ അതിജീവിത ആരോപിക്കുന്നു. നോബൽ ബാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ ബാരിക്കാരൻ, ഒന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ സൈക്കോപാത്താണെന്നൊക്കെ പറയുന്നു. ചില നിയമവിരുദ്ധ സംഘങ്ങളുമായിട്ടും സാമൂഹിക വിരുദ്ധ സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് ഈ അതിജീവിത പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിജീവിതയുടെ പ്രയർ? ഈ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതാണോ? അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ബലാത്സംഗ കേസിലെ ആദ്യ അതിജീവിത ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ജാമ്യം റദ്ദാക്കണം എന്നാണ്. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയതിനെ അതിജീവിത ചോദ്യം ചെയ്യുന്നു. ഇത് നിയമവിരുദ്ധം ആണ് എന്ന് പറയുന്നു. സമ്മതമില്ലാതെയാണ് പലവട്ടം ബലാത്സംഗം ചെയ്തത്. ഗർഭിണിയായിരിക്കും ഒരിക്കൽ പോലും സമാധാനം നൽകിയിട്ടില്ല. അബോർഷന് സ്വയം സന്നദ്ധ ആയിരുന്നില്ല. ഭീഷണിപ്പെടുത്തിയാണ് അത്തരത്തിൽ ഒരു കാര്യം ചെയ്ത് എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നു. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഉള്ളത് പ്രായപൂർത്തിയാകാത്ത ഇരകൾ, അതായത് 10ഓളം ഇരകളെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇരകൾ ഉൾപ്പെടെ 10ഓളം പേരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. രാഹുൽ സൈക്കോപാത്താണ് എന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരുമായുള്ള ബന്ധം അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ജാമ്യം നൽകിയ തന്നെ ജീവനടക്കം ഭീഷണിയാണ് എന്ന് വ്യക്തമാക്കുന്നു. കേസ് ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണുള്ളത്. പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതം എന്ന് അത്തരത്തിലുള്ള അനുചിതമായ പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഫയൽ സ്വീകരിച്ച് എന്നാണ് ഇത് സുപ്രീം കോടതി എടുക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത. എന്താണെങ്കിലും ഈ ബലാത്സംഗ കേസിലെ ഒന്നാം അതിജീവിതയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അരുൺ, ഓക്കെ, നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി സുപ്രീം കോടതിയിൽ നിന്ന് എന്താണ് കേൾക്കുന്നതെന്നറിയാം. അതിലൊരു നിയമപരമായിട്ടുള്ള കാര്യം, ഹൈക്കോടതിക്ക് ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഒരു ട്രയൽ നടത്താൻ പറ്റില്ല. പക്ഷേ നമ്മുടെയൊക്കെ അടുത്തുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏത് കോടതിയാണെങ്കിലും, അത് സെഷൻസ് കോടതിയാണെങ്കിലും, ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് തന്നെ കേസിന്റെ മെറിറ്റിലോട്ട് കടക്കും. അങ്ങനെ കടക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം പ്രഥമ ദൃഷ്ട്യ.